സ്വപ്നഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി 21 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഡോർസ്, ഹാൻഡിൽസ്, ലോക്സ്, ഗ്ലാസ്, പ്ലൈവുഡ്സ്, കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കുട കീഴിൽ. കരുത്തുറ്റ പ്ലൈവുഡുകൾ, ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കൂ. അഴകുള്ള വീടിന് മിഴിവേകാം, അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ. ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന ചേലക്കരയിലെ ഏക സ്ഥാപനം ന്യൂ ചുമാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, ലിസ്യു കോളേജിന് സമീപം, ചേലക്കര. ഫോൺ 9895005876. വൈകിട്ട് 6 മണിക്ക് ശേഷം ചേലക്കര ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത വിഷയത്തിൽ പ്രതികരണവുമായി പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU ചേലക്കര മേഖലാ സെക്രട്ടറി KS ഷാനവാസ് രംഗത്ത്. വൈകുന്നേരങ്ങളിലെ ഗതാഗത കുരുക്ക് മൂലവും അനുവദിച്ച സമയത്ത് ഓടിയെത്തേണ്ട ആവശ്യകത കൊണ്ടുമാണ് പലപ്പോഴും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ചേലക്കര സ്റ്റാൻഡിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം ബസ് കയറാത്ത സംഭവത്തിൽ കഴിഞ്ഞ ദിവസം റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU ചേലക്കര മേഖലാ സെക്രട്ടറി KS ഷാനവാസ് പ്രതികരിച്ചത്. വൈകിട്ട് 7 മണിയോടുകൂടി, അതായത് 6:30-ക്ക് ശേഷം 1-2 വണ്ടികൾ നേരം വൈകുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുന്നിൽ നിർത്തി ആളെ ഇറക്കി പോകാറുണ്ട്. അതിൻ്റെ പ്രായോഗികത എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ചേലക്കര അങ്ങാടിയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക്, അതുപോലെ ഓട്ടുപാറയിൽ നിന്ന് ചേലക്കര ഓട്ടുപാറ ടൗണിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക്. ഒരു സ്വകാര്യ ബസ്സിന് കിലോമീറ്ററിന് 2 മിനിറ്റാണ് റണ്ണിങ് സമയം. ഈ 2 മിനിറ്റ് പ്രകാരം ചേലക്കരയിൽ ഈ ഓട്ടുപാറയിൽ നിന്ന് 28 മിനിറ്റിന് പാസ്സാവേണ്ട വണ്ടി ചിലപ്പോൾ 30-35 മിനിറ്റ് ആയാലും എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നിലവിലെ ട്രാഫിക്കിൻ്റെ ഒരു സംവിധാനം മൂലമല്ല, ട്രാഫിക് ഗതാഗത കുരുക്കെന്ന് തന്നെ പറയാം അതുമൂലം. അപ്പോൾ അപൂർവ സമയങ്ങളിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇന്നലെ മാധ്യമത്തിൽ വന്ന വണ്ടികളെല്ലാം തന്നെ 7 മണിക്ക് പോകേണ്ട വണ്ടികളാണ്. 7 മണിക്ക് ഒരു വണ്ടി, അതിനുശേഷം 7:20 പോണ വണ്ടി, പിന്നെ ഒരു മണ്ണാർക്കാട് KSRTC, ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ യാതൊരു കാരണവശാലും മനഃപൂർവ്വമല്ലാതെ അപൂർവ സമയങ്ങളിൽ വണ്ടികൾ പോകാറുണ്ട് എന്ന വസ്തുത ശരി തന്നെയാണ്. പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളോ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളോ ഒന്നും തന്നെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകാറില്ല. ചേലക്കരയിലെ ഗതാഗത കുരുക്കും റോഡിനിരുവശത്തെ അനധികൃത വാഹന പാർക്കിങ്ങും കൂടാതെ ബസ് സ്റ്റാൻഡിനുള്ളിലുണ്ടാകുന്ന അനധികൃത വാഹന പാർക്കിങ്ങും ഇതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കുകളും വൈകിട്ട് 6 മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് കയറാതിരിക്കുന്നതിന് കാരണമാകാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ ഒരു പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേലക്കര ബസ് സ്റ്റാൻഡ് എൻ്റെ അറിവിൽ 1 ഏക്കർ 13 സെൻറ്റ് സ്ഥലമാണ്. ഈ 1 ഏക്കർ 13 സെൻറ്റ് സ്ഥലത്ത് 50 സെൻറ്റോളം ബിൽഡിങ്ങും ഓപ്പൺ ഓഡിറ്റോറിയവും കൺഫർട്ടേഷനും ടാക്സി സ്റ്റാൻഡും കൂടാതെ 5 പെട്ടിക്കടകളും പടിഞ്ഞാറ് ഭാഗത്ത് യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെഡും. ഈ 1 ഏക്കർ 13 സെൻറ്റ് സ്ഥലത്തെ 50 സെൻറ്റോളം അങ്ങനെ പോയി. ചേലക്കര ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ സ്വകാര്യ ബസ്സുകൾ 87 KSRTC 8 സർവീസ് നടത്തുന്നത്. 87 ബസ് ഏകദേശം 400 സമയങ്ങളിലായിട്ട് ചേലക്കര ബസ് സ്റ്റാൻഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബസ്സിന് ഒരു 4 മിനിറ്റ് വെച്ച് കണക്കാക്കുക തന്നെ എത്ര സമയം എത്ര വാഹനങ്ങൾക്ക് ട്രാഫിക് ജാമില്ലാതെ പോകാൻ കഴിയുമെന്നുള്ള കാര്യം സാധാരണ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ കഴിയും. കൂടാതെ ബസ് സ്റ്റാൻഡിൽ അതേപോലെ ചേലക്കര ടൗണിനെ കേന്ദ്രീകരിച്ച് മറ്റ് പാർക്കിങ്ങുകളും സൗകര്യങ്ങളും ഇല്ലാത്ത കാരണം 40ഓളം ടാക്സികളും 12ഓളം ഗുഡ്സ് വാഹനങ്ങളും 43ഓളം ഓട്ടോറിക്ഷകളും കൂടാതെ ഏകദേശം 100ഓളം 2 വീലറുകളും പിന്നെ മറ്റ് കടയുടമസ്ഥന്മാരുടെ വാഹനങ്ങൾ കൂടാതെ ഈ കടയിലേക്ക് ചരക്കിറക്കുന്ന വാഹനങ്ങൾ, ഈ കടയിലേക്ക് ഉപഭോക്താക്കളായി വരുന്ന ആളുകളുടെ വാഹനങ്ങളും. അപ്പോൾ മൊത്തത്തിൽ ചേലക്കര ബസ് സ്റ്റാൻഡിനകത്ത്, ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബസ് സ്റ്റാൻഡിനകത്ത് അത്രയ്ക്ക് ഗതാഗത കുരുക്കാണ്. അതുമൂലം ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാതെ പുറത്തുകൂടെ സർവീസ് നടത്താൻ ഗതികേടുണ്ട്. എന്നാൽ തൃശൂർ ഷൊർണൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാറുണ്ടെന്നും KS ഷാനവാസ് കൂട്ടിച്ചേർത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്.
സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539403680 9497179359.